ശരി, ശ്രീ എം ജയചന്ദ്രൻ, ഇന്നലെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഇന്നിപ്പോൾ ശബരിമല സംരക്ഷണ സംഗമമാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാത്തിനും ഒരു വഴി വെച്ചപ്പോൾ ഒരു സമാധാനമായി എന്ന ഒരു കാര്യത്തിലേക്കാണോ എത്തുന്നത്? എന്തിനാണ് ഈ വർഗീയ പ്രസംഗങ്ങൾക്കും ഈ വർഗീയ പരിപാടിക്കും ഒരു ഇടവരുത്തിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് ഇടവരുത്തിയത് എങ്ങനെയാണ്? നിങ്ങൾക്കിപ്പോൾ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് പരിപാടികൾ നടത്താമായിരുന്നു. ശബരിമല വികസനം നടത്താൻ ഇങ്ങനെ ഒരു വലിയ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിട്ടുകൊണ്ട് സമുദായ നേതാക്കളെ സ്വന്തം വണ്ടിയിൽ കൊണ്ടിറക്കിക്കൊണ്ട് വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്നവരെ സ്വന്തം വണ്ടിയിൽ കൊണ്ടിറക്കിക്കൊണ്ട് ഒരു പരിപാടി നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആ പരിപാടി അല്ലാതെയും നടത്താമായിരുന്നു. ഒരു വിവാദവും ഉണ്ടാകില്ല, പാനൽ ചർച്ചയും നടക്കുമായിരുന്നു. പക്ഷേ ഇതിന് മറ്റൊരു രൂപം കൊടുത്തതാരാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഈ പരിപാടിയുടെ ഇന്ന് പന്തളത്ത് നടന്ന പരിപാടിയുടെ യഥാർത്ഥ ഉത്തരവാദി ആരാണ് ശ്രീ ജയേന്ദ്രൻ? ഇന്ന് പന്തളത്ത് നടന്ന പരിപാടി എന്താണെന്ന് സ്മൃതിയുടെ ഇപ്പോ ജിതിൻ ദേവിനോട് ചോദിച്ച ചോദ്യങ്ങളിലും അദ്ദേഹത്തിന്റെ മറുപടിയിലും വ്യക്തമായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണല്ലോ. അത് ഈ കക്ഷിരാഷ്ട്രീയ വിരോധം മാത്രം വെച്ച് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണെന്നുള്ളത് ഇതിനേക്കാൾ ഭംഗിയായി സ്മൃതികളുടെ ചോദ്യങ്ങളിലൂടെ ഇതിനേക്കാൾ ഭംഗിയായി ആർക്കും പൊളിക്കാൻ കഴിയില്ല. അത്രയധികം എക്സ്പോസ്ഡായി ഇന്നത്തെ പന്തളം സംഗമം എന്താണ് എന്നുള്ളത് അത്രയും ഹൈലി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അതിന് സ്മൃതിക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. എന്താണ് ഇന്ന് ഉള്ളത്? രാഷ്ട്രീയ വിരോധം മാത്രമാണ്. പക്ഷേ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ മറ്റേ 20ാമത്തെ ചോദ്യം ആഗോള സംഗമത്തിന്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ, എന്താണെന്നുള്ളത്. ഞാൻ പറയുക, ഇത് രാഷ്ട്രീയ വിവേകവും രാഷ്ട്രീയ വിരോധവും കക്ഷി രാഷ്ട്രീയ വിരോധവും തമ്മിലുള്ള താരതമ്യങ്ങളില്ലാത്ത രണ്ട് പരിപാടികളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നതും പറയാനുള്ളത് തന്നെയാണ്. മറ്റേത് രാഷ്ട്രീയ വിവേകം, 20ാമത്തെ പരിപാടി രാഷ്ട്രീയ വിവേകമുള്ള പരിപാടിയും ഇന്ന് ഇവർ നടത്തിയത് കക്ഷി രാഷ്ട്രീയ വിരോധമുള്ള പരിപാടിയുമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെയല്ലാതെ കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഈ തരത്തിലുള്ള പദപ്രയോഗങ്ങളും എന്താ പറയുക അപഹസിക്കലുകളും ചീത്തവിളികളും ഒന്നും അല്ലല്ലോ വരേണ്ടത്. അങ്ങനെയല്ലല്ലോ. ഇത് പറയുന്നത് എന്താണ്? ഇന്നത്തെ ആഗോള സംഗമത്തിൽ അതിലേക്ക് നമ്മൾ വന്നിട്ടില്ലെങ്കിലും എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യില്ലേ രാവിലെ മുതൽ. 2018 പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഇവരുടെ വിശ്വാസ സംഗമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട മേജർ ഇഷ്യൂസ്. ഇൻക്ലൂഡിങ് അണ്ണാമലൈ ഉദ്ഘാടകനടക്കം ഉന്നയിക്കുന്നത് ആ പ്രശ്നമാണ് 2018. എങ്ങനെയാണ് 2018 ഉണ്ടായതെന്നും 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം 2018 സെപ്റ്റംബർ 29 ജന്മഭൂമിയുടെ എഡിറ്റ് പേജിൽ ആർഹരി എഴുതിയ ലേഖനം ഇതിനെ അനുകൂലിച്ചായിരുന്നുള്ളതും ബോധപൂർവം സൗകര്യപൂർവ്വം മറക്കുകയാണ് സംഘപരിവാറും BJPയും ഇത്തരത്തിലുള്ള ശബരിമല കർമ്മസമിതിയുടെ നേതാക്കൾ അടക്കമുള്ളവരും ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് സുപ്രീം കോടതി വിധിയെ ഉയർത്തിപ്പിടിച്ച ആളാണ് ഹരി. ജന്മഭൂമി എഡിറ്റ് പേജിലെ ലേഖനമാണ് അത്. ഇന്നും മായാതെ കിടപ്പുണ്ടല്ലോ അത്. പിന്നീട് ഈ നാമജപ ഘോഷയാത്രയുടെ പ്രശ്നം വരുന്നു. നാമജപ ഘോഷയാത്രയുടെ പ്രശ്നം വരുമ്പോൾ ആരാണ് അതിന് മുൻപിൽ നിൽക്കുന്നത്? ഒരു സംശയവുമില്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അന്നും പറയാൻ പറ്റും, ഇന്നും പറയാൻ പറ്റും, NSS ആണ്. നായർ സർവീസ് സൊസൈറ്റി മുന്നിട്ടിറങ്ങിയതിന് ശേഷമാണ് അത് ആ നിലയിലേക്ക് മാറുന്നത്. എന്തുകൊണ്ടാണ് നായർ സർവീസ് സൊസൈറ്റി ഇന്ന് ഇവരുടെ പരിപാടിയിൽ പങ്കെടുക്കാഞ്ഞത്? ഇവരുടെ താല്പര്യം, ലക്ഷ്യം, ഉദ്ദേശം വേറെയാണെന്ന് വ്യക്തമായി അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. അത് ബോധ്യപ്പെടാത്തത് അവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്ക് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് അവതരിപ്പിക്കേണ്ട മറ്റൊരു രീതിയിലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയ വിരോധമാണ് ഇപ്പൊ പ്രശ്നം. അതുകൊണ്ടാണ് NSS പങ്കെടുക്കാത്തത്. നാമജപ ഘോഷയാത്രയിൽ അണിനിരുന്നതും ആഹ്വാനം ചെയ്തതും നായർ സർവീസ് സൊസൈറ്റിയും G. സുകുമാരൻ നായരുമാണെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഇവരുടെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. RSSനും പരിവാർ സംഘടനകൾക്കും കേരളത്തിൽ ഇത്തരം ശക്തിയുണ്ടെന്ന് ഇപ്പോഴും ഇവരാ ഒരു സ്വപ്നലോകത്തിരിക്കുകയാണോ? ആണെങ്കിലും നമുക്കൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് നാമജപ ഘോഷയാത്രയും അന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നതെന്നാണ് തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ അല്ല എന്നുള്ളത് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. NSSന്റെ മുൻകൈയിൽ തന്നെയാണ് അത് നടന്നത്. അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ അതിന്റെ ഘട്ടം കഴിഞ്ഞു. അത് വിശാല ബെഞ്ചിന്റെ മുമ്പിലാണ്, സുപ്രീം കോടതിയിൽ തന്നെ. സർക്കാർ ആവർത്തിച്ച് പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അവിടെ എടുക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാവരുമായി കൂടി ആലോചിച്ചാണ് പുതിയൊരു അഫിഡവിറ്റ് കൊടുക്കുക എന്ന് മുഖ്യമന്ത്രി 2019 ഫെബ്രുവരിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ നിലപാടിന് ഇപ്പോഴും മാറ്റമില്ലെന്ന് 20-ാം തീയതി കടകംപള്ളി സുരേന്ദ്രൻ പമ്പയിലും പറഞ്ഞതാണ്. മുൻ ദേവസ്വം മന്ത്രി, സ്റ്റേറ്റ് കമ്മിറ്റി മുമ്പാണ് CPMന്റെ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതും നിലപാടുകൾ സുവ്യക്തവുമാണ്.
പക്ഷെ അതല്ല, ഇവിടുത്തെ സംഗമം അതല്ലല്ലോ. വിശ്വാസികളെ ഇളക്കി എങ്ങനെയാണ് ഒരു ചരടിൽ കോർത്തിണക്കാൻ കഴിയുക എന്ന് മാത്രമോ? പിന്നെ ഇദ്ദേഹം കുമ്മനം രാജശേഖരൻ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, പിന്നെ ഈ പറയുന്നത് കാണിക്കുന്നില്ല, പക്ഷെ ജനം ടി വി തുടർച്ചയായി സ്ക്രോൾ ചെയ്ത് കാണിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. ശബരിമല വിമോചിപ്പിക്കാനായിട്ട് ഒരു പുതിയ വിമോചന സമരം, വിമോചന സംരക്ഷണം, വിശ്വാസ സംരക്ഷണ വിമോചനം വേണം എന്നുള്ളത് ജനം ടി വി നിരന്തരം സ്ക്രോൾ ചെയ്ത് കാണിക്കാറ് ഈ സമയം മുഴുവനും, അണ്ണാമലയുടെ പ്രസംഗം തുടങ്ങുന്നത് വരെ. അപ്പം ഇതൊക്കെയാണ് താല്പര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയ വിരോധം. ആ വിരോധത്തിന് ആളിക്കത്തിക്കാനാണ് അണ്ണാമല ഉൾപ്പെടെ അതിനു മുമ്പ് പിന്നെ വളരെ എന്താണ് സംഹാരാത്മകം എന്നൊക്കെ പറയാവുന്ന ഭാഷയിൽ ഇദ്ദേഹത്തിന്റെ വത്സൻ തില്ലങ്കേരിയുടെ ഒരു പ്രഭാഷണം, അത് വേറെ. അപ്പൊ ഇതൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ നാളെ മുതൽ അങ്ങ് വിശ്വാസികളെ സംരക്ഷിച്ച് ശബരിമല ഒറ്റയ്ക്ക് വിമോചിപ്പിക്കാൻ ഇവർ വിചാരിച്ചാൽ എന്തെങ്കിലും ഈ വിദ്വേഷ പ്രസംഗത്തിൽ കേസ് എടുക്കേണ്ടതല്ലേ? കേസ് എടുക്കുമോ? പിന്നെ അത് പിന്നെ താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. താങ്കളുടെ ചോദ്യം ഗവൺമെന്റ് കേൾക്കണം എന്ന് തന്നെ ഞാനും ഈ ചർച്ചയിൽ പിന്നെ അതിനോട് യോജിക്കുന്നു സ്മൃതി, പൂർണ്ണമായും. ഈ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ആര് നടത്തിയിട്ടുണ്ടെങ്കിൽ ശരി, ഇന്ന് അവിടെ നടത്തിയത് വിശദമായി പരിശോധിക്കണം ഗവൺമെന്റ്. അതങ്ങനെ വിടാൻ പാടില്ല. ഇത് പിന്നെ ഇവരുടെ സാമ്രാജ്യമൊന്നുമല്ല, ഹിന്ദു സാമ്രാജ്യമൊന്നുമല്ല, മതേതരത്വം തന്നെയാണ്, സെക്കുലറിസം തന്നെ, മതനിരപേക്ഷത മുറുകെ പിടിച്ചുകൊണ്ടാണ് പിന്നെ ഭരണഘടന ഇപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അതിനെ കേവലം ഹിന്ദുത്വവാദികൾക്ക് അടിയറ വെച്ചുകൊണ്ട് വിദ്വേഷ പ്രസംഗം നടത്തി. ഇത് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നേ. അവര് പിന്നെ കർണാടകത്തിലെ ഗവൺമെന്റിനെ അതുപോലെ തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ എന്തിന് ഞാൻ അത്തരം വിഷലിപ്തമായ അഭിപ്രായ ഇവരുടെ അഭിപ്രായ എന്താ പറയുന്നത് വ്യാഖ്യാനങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതുകൊണ്ടാണ് അണ്ണാമല പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തു പറഞ്ഞ് ചർച്ച ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. എന്ത് കാര്യത്തിന് ഇവര് ഏത് കാലത്ത് ഏത് നാട്ടിലാണ് ജീവിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്? കാളവണ്ടി യുഗത്തിലൊന്നുമല്ല മലയാളി ജീവിക്കുന്നത്, അത് മനസ്സിലാക്കണം ആദ്യം. ഇവർക്ക് പിന്നെ 1950 മുൻപ് കൊണ്ടുപോകാനും കഴിയില്ല മലയാളിയെ. ഭരണഘടനാ അസംബ്ലിയുടെ കാലമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് ദൈവവും പിന്നെ മതനിരപേക്ഷതയും തമ്മിൽ ചർച്ച ശ്രീജേന്ദ്രൻ അങ്ങ് പറഞ്ഞു വന്ന നവോത്ഥാനത്തിലേക്ക് വരരുത്. കാരണം ഇപ്പോൾ നവോത്ഥാനം വിട്ടു, സർക്കാർ നവോത്ഥാനം വിട്ടു. അതുകൊണ്ട് ഇനി അത് പറയരുത്. അല്ല, ഞാൻ അതല്ല ഞാൻ പറയുന്നത്. ഈ പിന്നെ ഭരണഘടന മുഴുവൻ ഉണ്ടാക്കിയ ഏറ്റവും അവസാനമുള്ള ആമുഖം തയ്യാറാക്കുന്നത്. ആമുഖം തയ്യാറാക്കുമ്പോ ഈ പിന്നെ ദൈവത്തിൽ സമർപ്പിക്കണമെന്ന ഒരു കൂട്ടരും അതല്ല, നമുക്ക് വേണ്ടി നിർമ്മിച്ച് നമ്മൾക്ക് സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള വാദത്തിൽ ഭൂരിപക്ഷവും നിൽക്കുന്ന ഒരു തർക്കമുണ്ട്. അപ്പോഴാണ് അവസാനം വേണ്ട എന്നും ദൈവത്തിൽ സമർപ്പിക്കുകയല്ല നമ്മൾക്ക് തന്നെ സമർപ്പിക്കാനും തീരുമാനിച്ചത്. ആ ഭരണഘടനയുടെ കീഴിലാണ് ശബരിമല അടക്കമുള്ള ഇന്ത്യയിലെ മുഴുവൻ ആരാധനാലയങ്ങളും പിന്നെ ഭരിച്ചു പോകുന്നത്. അതത് സംസ്ഥാന സർക്കാരുകളുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ദേവസ്വം സ്ഥാപനങ്ങളുടെയോ നേതൃത്വത്തിൽ. അതൊന്നും RSSോ BJP വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല. ഒരുപാട് നോക്കിയല്ലോ. അതിനൊരു ഒരു സംഗമം തട്ടിക്കൂട്ടിക്കൊണ്ടെന്ന് ഒരു കാര്യമില്ല സ്മൃതി. ഇതൊക്കെ ജനങ്ങളെ അവരുടെ ഈ വർഗീയത ആളിക്കത്തിച്ചെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു കൃത്രിമ ഊർജം കൊടുക്കാനുള്ള ഒരു വേലയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ ഈ പരിപാടിക്ക് ആര് ഊർജം കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ആലോചിക്കാൻ അവർക്ക് ഒരു വഴിയിട്ടതാരാണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. N. ശ്രീകുമാർ, ഇപ്പോൾ കോൺഗ്രസ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നന്നായി എന്നാണോ? ശരി. Debate with Smriti Parathikkad.